ആ രണ്ട് സ്ത്രീകളുടെ കഥ പറയുന്നത്, ഓരോ സിറ്റുവേഷൻ രണ്ട് സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്നത്, അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ഭയങ്കര നല്ല ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ അവർ അഭിനയം നല്ലതായിരുന്നു. രണ്ടാമത്തത് മൂവി ചേച്ചി തന്നെ ഡയറക്റ്റ് ചെയ്തത്, രണ്ടും കഥ തന്നെ ചേച്ചിയുടെ തന്നെ. അതും അവരഭിനയം കണ്ടിരിക്കാൻ തന്നെയുണ്ട്. അവർ സ്ക്രീൻ പ്രസൻസ് അവരഭിനയിക്കുന്നത് കണ്ടിരുന്നത് നമ്മൾ തന്നെ അതിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവണം. ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാതെ അതിൽ തന്നെ ഒഴുകി ആ ഇമോഷണലി നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ്. അതെന്തായാലും ഗംഭീരമായി. രണ്ട് ബ്രെഡ് അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു, ഗംഭീരമായിരുന്നു. താങ്ക് യു. നമ്മുടെ ഈ സ്റ്റേൽമേറ്റും ഫേസസും എന്ന് പറഞ്ഞ രണ്ട് സിനിമയും കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു അനുഭവം, നമ്മൾ ഈ കമേഴ്സ്യൽ സിനിമയിൽ ആർട്ട് കലർത്തുന്ന രീതിയുണ്ടല്ലോ, അത് വളരെ സമർത്ഥമായിട്ട് അത് കലർത്തുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാകുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ നമ്മൾ സിനിമയിൽ ആർട്ട് കമേഴ്സ്യൽ എന്ന് പറയുന്നതിൽ വേറെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ എങ്കിലും ചില പഴയകാല സങ്കല്പങ്ങൾ, ഇപ്പോൾ അരവിന്ദൻ്റെ പടങ്ങൾ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടങ്ങളൊക്കെ ഇപ്പോൾ ഐവി ശശിയുടെ ഈ പുതിയ ദിവസത്തിൻ്റെ പടങ്ങളൊക്കെ അങ്ങനെ പല തരത്തിൽ പറയുമ്പോൾ പണ്ട് തൊട്ടേ ഒരു ആർട്ട് കമേഴ്സ്യൽ എന്ന രൂപത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും കൂടി ഒഴിപ്പിക്കുമ്പോൾ കമേഴ്ഷ്യൽ എന്ന് പറയും, അതിനോടൊപ്പം തന്നെ ആർട്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, അത് അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും. പത്മരാജനെ പോലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ആ രീതിയിലാണ് എന്നല്ല പറയണത്. ആ രീതിയിലുള്ളൊരു അവരുടെ ഗ്രൂപ്പിൽ പെടാവുന്ന, എല്ലാവർക്കും തൃപ്തിപ്പെടാവുന്ന ഒരു പടമാണ് ഇപ്പോൾ കണ്ട രണ്ട് ഈ ആന്തോളത്തിൽ രണ്ട് പിടിത്തങ്ങൾ. കണ്ടവരെല്ലാം വളരെ ഗംഭീരമായിട്ട് അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ മാധവരാമൊക്കെ വളരെ ഗംഭീരമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആസ്വദിക്കപ്പെട്ട ഒരു സിനിമയാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഇത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. മാത്രമല്ല തീർച്ചയായിട്ടും അവർ രണ്ടുപേരും, പ്രകാശ് വടകരയായും ജയമേനായാലും എൻ്റെ ഫ്രണ്ട്സാണ്. വളരെ ആ ഒരു മാറ്റി വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ സിനിമ കാണാൻ പോകുന്നത്. എങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ ഗംഭീരമായ സിനിമ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. നമുക്ക് ഇന്ന് രണ്ട് സിനിമകൾ രവികൃഷ്ണയിൽ പോയി കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. 40-40 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ജയൻ പ്രകാശുമായിട്ട്. സിനിമയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നിനൊന്ന് മെച്ചം. ഒന്ന് സ്ക്രിപ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മറ്റേത് ആക്ടിംഗ് എന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ സിനിമ ബഹ്റിനിലെ കുറേ ഓർമ്മകൾ വന്നു, സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അതിലെ ഗംഭീര ആക്ടിങ്, രണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സും. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടമായ ഒരു മുന്നിട്ട് നിൽക്കുന്നത് ആ കോർപ്പറേറ്റ് ലേഡി ആയിട്ടുള്ള അവരുടെയാണ്. നല്ല മറ്റതുപോലെ ഡാൻസർ ഓൾസോ വളരെ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആംബുലൻസ് വരണതും കാര്യങ്ങളും എല്ലാം അതുവരെ മാനേജ് ചെയ്യണതും ആ ഒരു ടെൻഷൻ നിലനിർത്തണതും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. രണ്ടാമത്തത് പവർഫുൾ, വെരി പവർഫുൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഗംഭീര സ്ക്രിപ്റ്റ്. അത് നമ്മൾ വിചാരിക്കാത്ത ചില ട്വിസ്റ്റ് ആൻഡ് ടേണൊക്കെ വന്നിട്ടുണ്ട്. അച്ഛനല്ല എന്ന് എന്താ പറയുക, ക്യാരക്ടർ അറിയണം, മായ എന്ന് പറയുന്ന ക്യാരക്ടർ അത് അറിയണ ആ ഒരു നിമിഷം ഉണ്ടാവണം. പിന്നെ ജയയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ആക്ടിങ് നമ്മൾ എത്രയോ കാലം കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ പ്രാവശ്യം പിന്നെ ഭാഗ്യ ചേച്ചിയുടെ ശബ്ദം കൂടി ആയപ്പോൾ ഗംഭീരമായി. പിന്നെ പ്രകാശിൻ്റെ ആക്ടിങ് ആസ് എ ഫാദർ എങ്ങനെയൊക്കെയാണ് ആ ഇമോഷൻസ് പ്ലേ ചെയ്തിരിക്കുന്നത്, വണ്ടർഫുള്ളായി. നമുക്കത് ആ ഒരു അച്ഛനല്ല എന്ന് അറിഞ്ഞിട്ട് നമുക്കറിയാം, പക്ഷേ ക്യാരക്ടറിന് അറിയില്ല. അപ്പോൾ ആ ചെയ്തിരിക്കുന്നത് നമുക്ക് അത്രത്തോളം പവർഫുള്ളായിട്ട് തോന്നി. വണ്ടർഫുൾ വർക്ക്. രണ്ടും എന്താ പറയുക, ഒരു മിനിറ്റ് പോലും ഒരു ഗ്യാപ്പ് എടുക്കാണ്ട് ഇരുന്ന് കണ്ടു. എന്തായാലും ഒരു വിഷ്വൽ ട്രീറ്റായിരുന്നു ഇന്ന് അത്രയും നേരം രവികൃഷ്ണയിൽ. സോ വി ലുക്കിംഗ് ഫോർവേഡ് അടുത്ത പ്രകാശിൻ്റെയും ജയയുടെയും പ്രോജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. താങ്ക് യു. നല്ല രണ്ട് കഥകളും വളരെ നല്ല എസൻസ് ഉള്ളതായിരുന്നു. നല്ലൊരു ത്രെഡ്, ഇതുവരെയുള്ള ഒരു ഇമോഷണൽ ത്രെഡിൽ ഇത്രയും നന്നായി ടച്ചിങ് ആയിട്ട് വേറൊന്നും കിട്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. അത്രയും ഞങ്ങളെ ഇമോഷണലി അപ്പ് ആൻഡ് ഡൗൺ എടുത്തു പോയ ഒരു സ്റ്റോറി. വളരെ നന്നായിട്ട് രണ്ടും സ്ക്രീൻ പ്ലേ പ്ലസ് ഡയലോഗുകൾ, ഇപ്പോഴും ആ ഡയലോഗ് മനസ്സിൽ തന്നെ നോക്കിയാണ്. വളരെ നല്ല അഭിപ്രായമാണ്. തുടക്കക്കാരൻ നിലയ്ക്ക് സംവിധാനത്തിലേക്കും ഒരു എഴുത്തിലേക്കും ഇവരുടെ നല്ലൊരു പ്രോഗ്രസ്സാണ് കാണുന്നത്. ഇനിയും പ്രതീക്ഷിക്കുന്നു. പ്രൊവൈഡിങ് ദിസ് എല്ലാത്തിനും നന്ദിയാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. നമ്മൾ സ്ക്രീൻ പ്ലേയിലേക്ക് എത്തിച്ചു തന്നു. ബോത്ത് എൻജോയ്മെൻറ്റ് ഫിലിം കണ്ടു. രണ്ടും വളരെ വളരെ നന്നായിട്ടുണ്ട്. കാരണം പ്രതീക്ഷിച്ചതിലും ഒരുപാട്, കാരണം വളരെ പരിമിതമായിട്ടുള്ള ഇതുകൊണ്ട് ബഹ്റിനിൽ വെച്ചെടുത്ത്, ബഹ്റിൻ എന്ന് പറഞ്ഞാൽ 40-40 കൊല്ലം ഞാനവിടെ ഉണ്ടായിരുന്നു. 40-40 കൊല്ലത്തെ ബന്ധമാണ് പ്രകാശും ജയൻ. ഇപ്പം പരിചയമുള്ളപ്പോൾ നിങ്ങൾ
സ്ഥലങ്ങളെ പരിചയമുള്ള സ്ഥലങ്ങൾ അതുകൂടെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഇമോഷണലായിട്ട് ഓരോ സീനും വളരെ എന്താ പറയുക നമ്മളെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. വെരി ഇമോഷണൽ പിക്ചർ, ഡ്രാമ. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല ഇമോഷണൽ മൂവിയായിരുന്നു. നല്ല നമുക്കൊരു ഫീൽ ചെയ്യണ പോലെയുള്ള മൂവി. ബാക്കി ടെക്നിക്കൽസ് ആയിട്ടൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്കത് കണ്ടിരിക്കാൻ നല്ല മൂവിയായിരുന്നു. സൂപ്പറായിരുന്നു. സിനിമ രണ്ട് സിനിമയും ഏതാണോ ഒന്നിനൊന്ന് മെച്ചം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഒരു മണിക്കൂറുള്ള ഒരു സിനിമ അവരുടെ സംഘർഷങ്ങൾ നമ്മളതുപോലെ നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളും അതേ ഒരു രൂപത്തിലേക്ക് എത്തിപ്പെടുകയാണ് ആ സമയത്ത്. അതിന് അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളെ ബുദ്ധിമുട്ടുകളായി തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന അതേ ടെൻഷൻ നമ്മൾ ഈ ടാക്കീസിനകത്തിരുന്ന് അനുഭവിക്കുകയാണ്. അത് ആ ഒരു സിനിമയുടെ വിജയമായിട്ട് തന്നെ അത് പറയാൻ പറ്റുള്ളൂ. അത്രയും നല്ല സിനിമയായിരുന്നു. ഫാന്റാസ്റ്റിക് രണ്ട് സിനിമകളും. ശരിക്കും സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കരഞ്ഞിരുന്നു. അതേമാതിരിയാണ് ജയചേച്ചിയുടെ അഭിനയം ഉണ്ടായിരുന്നത്. നമ്മൾ തന്നെ ആ പെൺകുട്ടിയത് അഭിനയിച്ച പെൺകുട്ടിയും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു സിനിമ. ഹലോ, രണ്ട് സിനിമകളും കണ്ടു. വളരെ വളരെ ഭംഗിയായിട്ടുള്ള രണ്ട് സിനിമകൾ. വളരെ മനോഹരമായി തന്നെ രണ്ടും ചിത്രീകരിച്ചിരിക്കുന്നു. സംവിധാനം വളരെ നന്നായിട്ടുണ്ട്. സംവിധാനം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുഴുവനും അവർ രണ്ടുപേരും തന്നെയാണല്ലോ. കലയുമായിട്ടുള്ള അവരുടെ ബന്ധം എനിക്ക് വളരെ നേരിട്ട് പരിചയമുണ്ട്. കാരണം ഞാനും ബഹ്റിനിലുള്ള കാലത്ത് അവരൊരുപാട് കലാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കറിയാം കലയ്ക്ക് വേണ്ടിയിട്ട് അവർ മെനക്കെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. അതൊക്കെ ഈ സിനിമയിലും കണ്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. കുടുംബ ബന്ധത്തിൽ വരുന്ന ഒരു താളപ്പിഴ അതിസൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്നു ആദ്യത്തെ സിനിമയിൽ. പ്രകാശ്ജിയുടെ അതിമനോഹരമായ സംവിധാനം. എത്ര കണ്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റാവുന്ന കഥയാണ് രണ്ടും. എങ്കിലും വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കഥ എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു നൊമ്പരം തന്നെ ഉണ്ടാക്കുന്നൊരു കഥയാണ്. കൗമാരത്തിൻ്റെ എടുത്തുചാട്ടത്തിൽ പറ്റാവുന്ന ചെറിയൊരു പാകപ്പിഴ പിന്നീട് വരുന്ന ജീവിതത്തിലെ എത്ര വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നു. ജയചേച്ചിയുടെ അഭിനയം പല സ്ഥലത്തും നമുക്ക് കണ്ണ് നിറയിക്കുന്നതാണ്. ഇത് സിനിമയാണെന്നും കഥയാണെന്നും മനസ്സിനെ ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കണ്ണീരൊപ്പേണ്ട സമയം വരാ സിനിമയിലുണ്ടായിട്ടുണ്ട്. അത് ജയചേച്ചിയുടെ ആത്മസമർപ്പണത്തിൻ്റെ ഗുണം തന്നെയാണ് അതിൽ കണ്ടിരിക്കുന്നത്. നല്ല സംവിധാനം തന്നെയാണത്. രണ്ട് കഥകളും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാ കാര്യങ്ങളിലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ, സംവിധാനം ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും നിർത്തട്ടെ. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ. ജീവിതത്തിൻ്റെ കഥയാണ്. സാധാരണ നടന്നു പോകുന്ന കഥ നമ്മളറിയാവുന്ന സിനിമയ്ക്ക് മാറ്റി ഈ സിനിമ എടുത്തിട്ടുള്ള എൻ്റെ ചേട്ടൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സ്ക്രീനിൽ കാണുമ്പോൾ ചേട്ടനായിട്ട് ആദ്യം കണ്ടു. പക്ഷേ പിന്നീട് അവർ കഥാപാത്രത്തിലേക്ക് മാറിയപ്പോൾ നമ്മൾ ഒരു ആസ്വാദനം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമ്മളെ മനസ്സിന് വളരെയധികം അതിന് മാത്രം പിടിച്ചു പിടിക്കൊരു ചിത്രം തന്നെയാണെന്ന് തന്നെ പറയുന്നത്. എസ്പെഷ്യലി ആ ഒരു ഹോസ്പിറ്റലിലത്തെ സീൻ അതിലേക്ക് ശരിക്കും നമ്മളങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ട് പോവുകയാണ്. അച്ഛൻ മകളുടെ ആ സെന്റിമെന്റ് എമോഷണലായിട്ട് എന്താ പറയുക, എമോഷണൽ വെരി ഹൈ എന്ന് പറയാം. ശരിക്കും കണ്ണു നനഞ്ഞു പോകുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് എനിക്ക് കടന്നു ചെല്ലുക. അതൊരു സിനിമയായിട്ട് പിന്നെ നമുക്കത് കാണാൻ പറ്റില്ല. ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് നമ്മളത് കയറി പോണ പോലത്തെ ഒരു വളരെ ഫ്ലെക്സിബിളായിട്ട് ജീവിതത്തിലേക്ക് കടന്നു പോയാൽ സിനിമ വ്യക്തമായിട്ടുള്ള പ്രമേയം തന്നെയാണ്. എന്തായാലും ചേട്ടന് ജയിച്ചത് സിനിമ ഡയറക്ടറൊക്കെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഭാവിയിൽ വളരെ വലിയ പ്രോജക്റ്റുകൾ ഉണ്ടാവട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല എൻ്റെ ചേട്ടൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിക്കുന്ന ഉന്നതങ്ങളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും എല്ലാ കുടുംബത്തിലും ഈ ഒരു സിനിമ വളരെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സംശയത്തിൽ ഉന്നതങ്ങളിലെത്തട്ടെ എന്ന് സർവീസ്
സിനിമ ഇവിടെ കൊണ്ടുവന്ന് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഭാഗമായിട്ട് കാണിക്കുമ്പോൾ ഇത്രയധികം ആൾക്കാർ ഇവിടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന് പ്രത്യേകം നന്ദി നിങ്ങളോട് എല്ലാവരോടും ആദ്യം അറിയിക്കുകയാണ്. 4 ചിത്രങ്ങൾ ചേർന്നിട്ടൊരു ആന്തോളജി മൂവിയാണ് ഈ പടം. പക്ഷെ അതിലിപ്പോൾ 2 മാത്രമേ ഇവിടെ ഇവർ ചെയ്ത് മാത്രമേ ഇവിടെ പ്രദർശിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവിധ നമ്മുടെ ഭാഗത്ത് തൃശ്ശൂർ ഭാഗക്കാരുടെ എല്ലാവിധ ആശംസകളുണ്ട്. നന്നായിട്ട് ഏറ്റവും ഇതായിരുന്നു സ്റ്റോറി നന്നായിട്ട് beautiful, well crafted and nicely edited. Good movie, good one, excellent, good story. പറയാനില്ല, ഒരു യൂണിക് എക്സ്പീരിയൻസ്. ഞാൻ തുറന്നു പറഞ്ഞാൽ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തായി.